ഇന്നത്തെ റെസിപ്പി തട്ടുകട സ്റ്റൈലിൽ നല്ല മൊരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. തനി നാടൻ രീതിയിലാണ് ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 600 ഗ്രാം ചിക്കൻ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നാരങ്ങനീരൊക്കെ പുരട്ടി നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. നാടൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി നല്ലൊരു കളറ് കിട്ടാനായിട്ട്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ്. മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, അത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 മുട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയാലേ ഇത് നന്നായിട്ട് എല്ലായിടത്തും കോട്ടായിട്ട് വരുള്ളൂ. ഇപ്പോൾ തന്നെ ഇതിന് നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. നമ്മൾ കറിവേപ്പിലയും പിന്നെ അതുപോലെ വെളിച്ചെണ്ണയും ഗരം മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഒരു മണം, നല്ല മണമാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കണം. ഇതിലേക്ക് പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ കോട്ടായിട്ട് നന്നായിട്ട് കോട്ടായിട്ട് വന്നോളും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നാരങ്ങ നീരിന് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. പുളിയുടെ രസം കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. ഓവർനൈറ്റ് വെച്ചാലും നല്ലതായിരിക്കുള്ളൂ. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആക്കിയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മണവും രുചിയൊക്കെ കൂടാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പിലയും 1 രമ്പയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവുകയും ഇല്ല. പിന്നെ നമ്മൾ ഈ തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ആവശ്യം വേണ്ടി വരും. കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്രയും വെളിച്ചെണ്ണയൊന്നും ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂട് കട്ടിയുള്ള കുഴിഞ്ഞിരിക്കുന്ന പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2-3 പീസസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം നമുക്ക് കുറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പൊട്ടി പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. മറിച്ചിടുമ്പോൾ ഇങ്ങനെ പൊട്ടിയൊന്നും പോവില്ല. ഇപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സവാള ഇതുപോലെ റൗണ്ടാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് ഞെട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ട്, അങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും സവാളയൊക്കെ ഒന്നും കൂടി മുരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാഷ്നട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാഷ്നട്ടും കൂടി നമുക്ക് ചിക്കൻ ഫ്രൈൻ്റെ ഒപ്പം കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ക്യാഷ്നട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ രുചി നിങ്ങൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോഴേ അറിയാനായിട്ട് പറ്റുള്ളൂ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്